ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ്സ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല മഴയൊക്കെ അല്ല, അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ നൈറ്റാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടത് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് റവ എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ബദാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ ഇതിലോട്ട് നമ്മൾ വെള്ള കളറിലുള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബദാം നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് റവ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സോഫ്റ്റാക്കി എടുത്ത റവ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എള്ളാണ് പാനിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കാണുന്നത് കേട്ടോ, വെള്ള കളറിൽ. ഇനി ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഒഴിച്ചെടുത്ത പാലൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വറ്റി റവ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വരുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് കട്ട വന്നിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഷുഗർ മെൽറ്റായി വന്നതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ പാൽ പിരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ കട്ടായി നിൽക്കുന്ന ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ടും പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ നന്നായിട്ട് വറുത്തെടുത്ത റവ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത പാലൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്തെടുത്ത ബദാമും അതേപോലെ തന്നെ എള്ളും വറുത്തെടുത്തിരുന്നില്ല അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയെടുക്കുക.
അപ്പോൾ അത് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കട്ടോ. അപ്പോൾ നമ്മളിതൊരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കുറച്ച് നെയ്യൊന്ന് ബ്രഷാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മറിച്ചെടുക്കുമ്പോൾ ഉൾഭാഗത്തൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മാറ്റി വെച്ച നട്ട്സ് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് റവൻ്റെ കൂട്ട് ഇതിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് തന്നെ പ്രസ്സാക്കിയിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഉൾഭാഗത്ത് നെയ്യൊക്കെ ബ്രഷാക്കി കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറാൻ നിൽക്കുന്നൊന്നുമില്ല, അപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഒരുക്കാം കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇനി വല്ല വെയിറ്റ് ചെയ്തിപ്പിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊന്നും കാണാണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതുപോലെ തയ്യാറാക്കി കൊടുക്കട്ടോ ഉണ്ടെങ്കിൽ. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. കൂടുതൽ സാധനങ്ങൾ ചിലവുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.